Hi, welcome to another video that is transistors, electrical and electronics, EST 130 KTU എക്സാമിൻ്റെ പാർട്ട് ബി ഇലക്ട്രോണിക്സിൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Before going to transistors, let us just have a brief description about the three major inventions in electronics. അപ്പോൾ ത്രീ മേജർ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ത്രീ മേജർ ബ്രേക്ക് ത്രൂ ഇൻ ഇലക്ട്രോണിക്സ് വെയർ വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഐസീസ് അല്ലേ. അപ്പോൾ ഇനിഷ്യലി 1900s എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസ് വെർ മേഡപ്പ് ഓഫ് വാക്വം ട്യൂബ്സ്. അത് 1947 ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചത്. ആൻഡ് യു നോ ഹു ആർ ദ ത്രീ പീപ്പിൾ ഹു ബിഹൈൻഡ് ദാറ്റ്. ആൻഡ് ദെൻ ഇൻ 1958 we had the development of ICs. അപ്പോൾ വാക്വം ട്യൂബ്സിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. Vacuum tubes used to generate a lot of heat. It was not handy, ഭയങ്കര fragile ആണ്, and it used to be slow, big and very bulky. അപ്പോൾ ഈ ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പണന്റ് അല്ലായിരുന്നു വാക്വം ട്യൂബ്സ്. ആൻഡ് സോ വി ഡെവലപ്ഡ് ട്രാൻസിസ്റ്റേഴ്സ്. വാക്വം ട്യൂബ്സിനെ അപേക്ഷിച്ച് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ട്രാൻസിസ്റ്റേഴ്സിന്. ട്രാൻസിസ്റ്റേഴ്സ് ആർ സ്മോൾ, ഹാൻഡി, ഫാസ്റ്റ് ആൻഡ് റിലയബിൾ, ആൻഡ് ഇറ്റ് റിക്വയർസ് ലെസ് എനർജി. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് ദേ ആർ കോൾഡ് ദ വണ്ടർ ബേബി ഓഫ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മിറാക്കിൾ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് എവറിത്തിങ് ഇൻ എ ഇലക്ട്രോണിക് ഡിവൈസ് ഹാസ് എ ബേസ് ഓഫ് ദിസ് ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പണന്റ് വെച്ചാണ് എവറി ഇലക്ട്രോണിക് ഡിവൈസസ് ആർ ബിൽഡ് അപ്പോൺ. അപ്പോൾ again let us discuss those points. Transistors are called the basic building blocks of electronics. അപ്പോൾ transistors എന്ന് പറഞ്ഞാൽ എന്താണ്? Transistors are semiconductor devices that are used to amplify, switch or control electronic signals. അപ്പോൾ transistors എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ടും ട്രാൻസിസ്റ്റേഴ്സിനുള്ളത്. Transistors can amplify and transistors work as a switch. But they can control electronic signals. ആ ഒരു current flowനെ control ചെയ്യാൻ പറ്റുന്ന devices ആണ് transistors. Now transistors are one of the basic building blocks of modern electronics as told, and it is a semiconductor material with three terminals. മൂന്ന് terminals ആണ് transistors-നുള്ളത്. You can see the three terminals in every transistor. അപ്പോൾ ഈ മൂന്ന് terminals ഏതൊക്കെയാണ്? emitter, base and collector. We will be discussing about that in the coming slides. അപ്പോൾ മൂന്ന് ടെർമിനൽ ഉള്ള സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ആക്റ്റീവ് എലമെന്റ് ആണ്, ആക്റ്റീവ് ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. ആക്റ്റീവ് കോമ്പണന്റ് ഇസ് ട്രാൻസിസ്റ്റർ. നമ്മൾ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സിന് ഒക്കെ പാസീവ് കോമ്പണന്റ്സ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദ ആക്റ്റീവ് കോമ്പണന്റ്സ് ആർ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഐസീസ് എക്സെട്ര അല്ലേ. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ദാറ്റ് ഹാസ് ത്രീ ടെർമിനൽസ്, നെയിംലി എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. But the word transistor is coined from the term transfer resistor, that is transfer of resistor. Now, ഓരോ ചിപ്പിലും അല്ലെങ്കിൽ ഓരോ ഐസിയിലും നമ്മൾ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ ബേസ് ചെയ്ത ഒരു ലോ ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് മൂർസ് ലോ. ഗോർഡൻ ഇ മൂർ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ആളെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂർസ് ലോ ഉള്ളത്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് സ്റ്റേറ്റ്? ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡബിൾസ് എവറി 2 years ഇൻ എ ചിപ്പ്. ഓരോ ഐസിയിലും ഓരോ ചിപ്പിലും നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഓരോ ചിപ്പിലും യു ഹാവ് എ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ആ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓരോ 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടു ബി പ്രിസൈസ് ഓൾമോസ്റ്റ് ഇൻ എവറി 18 months നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ഡബിൾസ് ഇൻ എ ചിപ്പ്. അപ്പോൾ അതേസമയം അതിൻ്റെ ആ ഒരു കോമ്പാക്ട്, ഇറ്റ് ഈസ് ബിക്കമിങ് ഈവൻ മോർ കോമ്പാക്ട്. ആ ഒരു സൈസ് കുറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുന്നത്. Now you can see these three people who were behind the invention of transistors. They are John Bardeen, William Shockley and Walter Brattain, and they developed transistors in 1947 at Bell Laboratories, and they were awarded Nobel Prize in 1956 for this invention. Now you can see this this is ENIAC, the first computer. You can see how big it was. It is as big as a room. You have so many vacuum tubes within this ENIAC.
ഏകദേശം 18,000 വാക്വം ട്യൂബ്സ് വെച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയതെന്ന് they have mentioned. Now coming to applications of transistors, I already told you we have two main applications for transistors. They are transistor works as an amplifier and transistor works as a switch. So we will be discussing about these applications in the coming slides. Now let me just give you a brief description about the different transistor types. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് രണ്ട് തരത്തിലാണ് ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത്. For the exam point of view, you just have to learn that we have two main types of transistors. They are bipolar junction transistors and field effect transistors. For bipolar junction transistors or bipolar in the sense you make use of both holes and electrons. Bipolar junction transistors. For രണ്ട് തരത്തിലുള്ള bipolar junction transistors ഉണ്ട്. We have PNP transistors and NPN transistors. That is based on the configuration. Now coming to FET, that is field effect transistors, we again have junction field effect transistors and MOSFET. MOSFET എന്ന് പറഞ്ഞാൽ എന്താ? Metal oxide semiconductor field effect transistors. You have further classifications of these type, but ഇപ്പോൾ നിങ്ങൾ exam point of view ൽ ഇത്ര മാത്രം പഠിച്ചാൽ മതി. Basic classification of transistors. Now coming to the different regions of a transistor. Very important topic ആണിത്. That is different regions of a transistor. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. You can see this is how a transistor is. ഒന്നില്ലെങ്കിൽ PNP transistors ആയിരിക്കാം, അല്ലെങ്കിൽ NPN transistors ആയിരിക്കാം അല്ലേ? അതായത് what does it mean? രണ്ട് പി ടൈപ്പ് മെറ്റീരിയൽസിന്റെ നടുക്ക് ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. PNP. And what does an NPN transistor mean? Two N materials and a P material is sandwiched in between two N type materials. അതാണ് NPN ഉം PNP transistors. അപ്പോൾ എല്ലാ ട്രാൻസിസ്റ്റേഴ്സിനും മൂന്ന് ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. What are these three terminals? We have emitter, base and collector. ഇതാണ് emitter, that emit the carriers, and this is the base, and then you have the collector that collects the carriers. അപ്പോൾ ഓരോ റീജിയണും കുറച്ച് you have some descriptions for each region. അപ്പോൾ emitter എന്ന് പറഞ്ഞാൽ they are heavily doped region. Heavily doped ആയിട്ടുള്ള region ആണ് emitter എന്ന് പറയുന്നത്. Base is the lightly doped region and collector is the moderately doped region. കൂടുതൽ ഡോപ്പിംഗ് ഉള്ള ആ ഒരു region ആണ് emitter. And base is the most lightly doped region. അപ്പോൾ സൈസ് വൈസ് നോക്കുമ്പോഴും the largest size is for the collector. They collect all the carriers, right? And the base will be the thinnest or smallest region in this case, in case of transistors. Now coming to the symbol of a BJT. അപ്പോൾ symbol ഇങ്ങനെ വരച്ചിരിക്കുന്നത് കാണാം. This is a PNP transistor. PNP അതായത് രണ്ട് P region and an N region is sandwiched in between these two P regions. ഇതാണ് PNP transistor അല്ലേ? അപ്പോൾ PNP transistorൽ you can see the arrow mark is inwards. അല്ലേ? This shows the direction. ആ arrow mark അനുസരിച്ചാണ് it shows the current flow. അപ്പോൾ PNPയിൽ arrow mark inwards ആണ്. So ഓർത്തിരിക്കാൻ simply to memorize I can give you a tip. PNP pointing in proudly. PNP pointing in proudly. Similarly, NPN transistors, in order to remember, you can just think not pointing in. Arrow mark പുറത്തേക്കാണ് point ചെയ്യുന്നത്. It is not pointing in. That is NPN transistors. Hope you are clear. And this arrow mark that shows the direction of current flow. Now coming to the structure of this transistor as NPN and PNP transistors. അപ്പോൾ bipolar refers to the use of both holes and electrons as carriers അല്ലേ? Bipolar junction transistors എന്നാ പറയുന്നത്. That refers to both holes and carriers. I mean holes and electrons as carriers. അപ്പോൾ ഇവിടെ
രണ്ട് ജംഗ്ഷൻ ഉണ്ട്. That is what I mentioned earlier. It is bipolar junction transistors അല്ലെങ്കിൽ bi-junction transistors എന്നും ഓർക്കാം, which is that is it has two junctions, emitter base junction and collector base junction. അങ്ങനെ രണ്ട് junctions ഉണ്ട്. That is bi-junction transistors. Now let us compare a transistor to a water tap. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ എന്താണ് and how are these terminals of a transistor എന്ന് പറഞ്ഞു. We have three terminals, emitter, base and collector. അപ്പോൾ അതിൽ emitter heavily doped ആണ് and base is lightly doped and collector is moderately doped. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Now this is the symbol of a transistor, right? ഇനി നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ how can it be compared to a water tap? നമ്മുടെ വാട്ടർ ടാപ്പിൽ യു ഹാവ് എ ഫോസെറ്റ്, റൈറ്റ്? ദിസ് ഫോസെറ്റ് അല്ലെങ്കിൽ ആ ഒരു വാട്ടർ റെഗുലേറ്റർ, ഇത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഇതൊന്ന് ടേൺ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ദ എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോ. സോ ദിസ് ക്യാൻ ബി കമ്പയർഡ് ടു ദ ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. അപ്പോൾ ബേസിൽ എത്രത്തോളം കറണ്ട് കൊടുക്കുന്നു, ഇൻ ദ സെൻസ് എത്രത്തോളം വോൾട്ടേജ് ദറ്റ് ക്യാൻ ബി അപ്ലൈഡ്, ദാറ്റ് വിൽ ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ദ എമിറ്റർ. നമ്മൾ ഇതിൽ കൊടുക്കുന്ന ആ ഒരു കറണ്ട് അനുസരിച്ച് വാട്ട് ഹാപ്പൻസ് വെൻ ഈ വാട്ടർ ടാപ്പ് തിരിക്കുന്ന അനുസരിച്ച് വാൽവ് ഓപ്പണും ക്ലോസും ആവും. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് യു വിൽ ഹാവ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അല്ലേ? കുറച്ച് തുറന്നാൽ ദർ വിൽ ബി ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഡ്രിപ്പിംഗ് ഔട്ട്. ഇനി ഫുള്ളി ക്ലോസ്ഡ് ആണെങ്കിൽ ദർ ഇസ് നോ വാട്ടർ ഫ്ലോയിങ് ത്രൂ ദാറ്റ്. ഇനി ഫുള്ളി ഓപ്പൺ ആണെങ്കിലോ മാക്സിമം വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ദിസ് ടാപ്പ്. അപ്പോൾ സിമിലർലി ട്രാൻസിസ്റ്ററിൽ നമ്മൾ ബേസിൽ കൊടുക്കുന്ന ആ ഒരു അപ്ലൈഡ് വോൾട്ടേജ് അനുസരിച്ച് ദ എമൗണ്ട് ഓഫ് കറണ്ട് ദാറ്റ് ഫ്ലോസ് ടു ദ എമിറ്റർ ഓൾസോ ചേഞ്ചസ്. അപ്പോൾ ദിസ് കറണ്ട് എമിറ്റർ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് അത് കളക്ടറിലെത്തും. സിമിലർലി അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. അപ്പോൾ കളക്ടറിലുള്ള ആ കറണ്ട് it reaches the emitter. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ബേസ് കറണ്ട് ദാറ്റ് വി അപ്ലൈ, ബേസിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചാണ് കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കളക്ടറിൽ നിന്ന് കറണ്ട് എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്തെത്തുന്നത്. ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദിസ്. Now you can see the three regions അല്ലെങ്കിൽ different modes of operations of a transistor. അപ്പോൾ കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, ലീനിയർ റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്. 3 regions ആണ് ട്രാൻസിസ്റ്ററിന് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ദർ ഇസ് വൺ മോർ മോഡ് കോൾഡ് റിവേഴ്സ് മോഡ് ഓർ ഇൻവേഴ്സ് മോഡ്. അത് ഞാൻ ആ ഒരു ടേബിളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ദ 3 important regions ആർ ഓഫ് കോഴ്സ് കട്ട് ഓഫ് റീജിയൻ, ലീനിയർ റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ടാപ്പ് നമ്മൾ ഫുള്ളി ഓഫ് ആക്കി വെക്കുന്ന അതേപോലെ ഇൻ ദ സിമിലർ വേ ഒരു ട്രാൻസിസ്റ്റർ കംപ്ലീറ്റ്ലി ദർ ഇസ് നോ ബേസ് കറണ്ട് ബീങ് അപ്ലൈഡ്. അങ്ങനെ ആവുമ്പോൾ ആ ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലായിരിക്കും. ദർ വിൽ ബി നോ കറന്റ് ഫ്ലോ ത്രൂ ദാറ്റ് ട്രാൻസിസ്റ്റർ. നോ കറന്റ് ഫ്ലോസ് ഫ്രം കളക്ടർ ടു എമിറ്റർ. ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ കട്ട് ഓഫ്, എല്ലാം കട്ട് ഓഫ് ആയി, നോ കറന്റ് ഫ്ലോസ് ത്രൂ ദാറ്റ്. ഇനി സെക്കൻഡ് കേസ് ഇസ് ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ എന്ന് പറയും. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ കൺട്രോൾഡ് ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവുന്നതിനെയാണ് ഈ ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ഷുഡ് വർക്ക് ഇൻ ദിസ് ആക്റ്റീവ് റീജിയൻ ടു ബി ആൻ ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ബേസിലൊരു ചെറിയ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ദർ വിൽ ബി ആൻ ഇന്റർമീഡിയറ്റ് ഫ്ലോ ഓഫ് കറണ്ട് ഫോളിങ് ത്രൂ ദാറ്റ് ത്രൂ ദ എമിറ്റർ. ഇനി സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റ് ആവാന്ന് പറഞ്ഞാൽ മാക്സിമം എന്ന് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓൺ. ആ ഒരു ടാപ്പ് കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാക്സിമം വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ദ ടാപ്പ്, അല്ലേ? സിമിലർലി മാക്സിമം current also flows through the emitter, when the saturation when the transistor is in saturation mode. അതായത് collector and emitter currents are maximum in this mode. ഇതാണ് 3 different regions അല്ലെങ്കിൽ 3 different modes of operation. അപ്പോൾ ബേസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അനുസരിച്ചാണ് ഓരോ ടൈപ്പ് ഓഫ് mode of operation in transistors. But initially cut off region laanengile there is no base current being applied and therefore there is no emitter current too. Similarly when it is in linear region, what happens? There is less amount of base current that is applied and so what happens? There will be small amount of
collector current, or in the sense there will be a small amount of current flowing in that transistor. In saturation എന്ന് പറയുന്നത് it is fully on, and there will be maximum amount of emitter and collector current. So again you have the three different modes of operation shown here. In the sense there are mainly four bias modes. അതിലെ last type ആണ് inverted mode അല്ലെങ്കിൽ reverse mode എന്ന് പറയുന്നത്. But you can see how is the connections given. But saturation mode ലാണ് ഒരു transistor work ചെയ്യണമെങ്കിൽ how it should be, emitter based junction forward biased ആയിരിക്കണം, collector based junction forward biased ആയിരിക്കണം. രണ്ട് junctions forward biased ആണെങ്കിൽ മാത്രമേ there will be a maximum current flow in the transistor. Okay. In the active region, our transistor should work in the linear region, means emitter based junction forward biased ആയിരിക്കണം, collector based junction reverse biased ആയിരിക്കണം. Okay. So a transistor works as an amplifier when you connect the transistor in this form. Forward biased ആയിട്ട് emitter based junction, reverse biased ആയിട്ട് collector based junction. And now inverted mode അല്ലെങ്കിൽ reverse mode എന്നും പറയാം. Inverted active mode or reverse mode. Here what happens is that the emitter based junction is reverse biased and collector based junction is forward biased. And cutoff region means both the junctions should be reverse biased and the transistor is fully off in this mode of operation. If transistor is in active mode, it can be used as an amplifier. In saturation and cutoff ആണെങ്കിൽ the transistor works as a switch. അല്ലേ, saturation എന്ന് പറഞ്ഞാൽ maximum, cutoff എന്ന് പറഞ്ഞാൽ 0. അല്ലേ, 0യും 1 ഉണ്ടെങ്കിലല്ലേ switching operation നടത്താൻ പറ്റുള്ളൂ. So cutoffലും saturationലും ആണ് that transistor works as a switch, and transistor works as an amplifier when it is in the active mode അല്ലെങ്കിൽ linear region ലായിരിക്കുമ്പോഴാണ് ആ ഒരു amplifying operation നടക്കുന്നത്. Now let us come to the working of a transistor. A very important question. You have to learn this figure, explain the process, and don't forget to mention this equation too. The equation വളരെ important ആണ്, and this figure, the directions of current flow is also important. ഇവിടെ നമുക്ക് കാണാം ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. This is the transistor, NPN transistor ആണ് ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്. You can see the emitter based junction is, how is it connected? ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ, ഇവിടെ N region ആണ്. N region is connected to the negative terminal of the battery. So what kind of biasing is this? N connect ചെയ്തു, and similarly positive region is connected to the P region. That means this part of the transistor is forward biased അല്ലേ. N connect ചെയ്തു, P connect ചെയ്തു, same polarity connect ചെയ്തു. That means this region of the transistor, or to be precise, this junction of the transistor is forward biased. Similarly coming to this part, ഇവിടെ എങ്ങനെയാ, P മൈനസും, അതായത് ബാറ്ററിയുടെ മൈനസും P regionുമായിട്ട് കണക്ട് ചെയ്തു. That is positive and negative is connected, and here what is connected? Negative and positive again. നേരെ തിരിച്ച് കണക്ട് ചെയ്തു. That means this region is reverse biased. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്ത് മോഡലാണ്? ആക്റ്റീവ് മോഡ് അല്ലെങ്കിൽ ലീനിയർ മോഡലാണ് അല്ലേ. അപ്പോൾ this transistor works as an amplifier in this case. Now we can see the working. But when emitter based junction is of the transistor is forward biased, the electron for NPN transistor and holes of, that is, you can see emitter forward biased എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ NPN transistor ആണ് എടുത്തിരിക്കുന്നത്. The NPN transistor has electrons as the majority carriers and holes as the minority carriers അല്ലേ. അപ്പോൾ majority carriers എന്ത് സംഭവിക്കും? ഇവിടെ നെഗറ്റീവ് ആണ്, and here also it is negative. So what happens? Negative and negative tends to repel, and therefore what happens? The negative ആയിട്ടുള്ള electronsന് they have a tendency to cross the junction, right? ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു നെഗറ്റീവ് ചാർജ് കാരണം ഈ N regionിലുള്ള നെഗറ്റീവ് or negatively charged electronsന് they have a tendency to repel from these negative charge. So they tend to move towards the channel and they diffuse across this channel. അപ്പോൾ ഈ ഇവിടെയുള്ള ഇലക്ട്രോൺസിൽ ഒക്കെ നമ്മുടെ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇറ്റ് റീച്ച് ദ ബേസ് വളരെ തിൻ ആയിട്ടുള്ള റീജിയൻ ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ലൈറ്റ്ലി ഡോപ്പ്. അപ്പോൾ ഒരുപാട് ഇലക്ട്രോൺസിനൊന്നും ഇവിടെ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാനുള്ള ഒരു
What happens? Few of them recombine at the P region or the base region, and it constitutes the base current, and the remaining current, 95% of the current flows through, I mean 95% of the electrons then reach the collector. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോ, റൈറ്റ്? ഇവിടുന്ന് എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ഡിഫ്യൂസസ് ടു ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇവിടെ ഒരു ചെറിയ റീകോമ്പിനേഷൻ നടക്കുന്നു. ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ഫ്യൂ amount of base current, and the remaining 95% of the electrons will cross this junction and reach the collector. Hope you are clear about this. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു current flow in a transistor. Okay? This is how. അപ്പോൾ ഇത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? കളക്ടർ ടു എമിറ്റർ ആയിരിക്കും, ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആൻഡ് യു ക്യാൻ സി, അതുകൊണ്ടാണ് ഇപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ കളക്ടർ കറന്റ് നേരെ റിവേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സിമിലർലി എമിറ്റർ ഇലക്ട്രോൺസ് ഫ്രം ദ എമിറ്റർ ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ, which implies that the current or emitter current will be in the opposite, will be represented in the opposite direction. Okay, and the base current which is flowing through this direction, and therefore you represent it in the opposite direction. So this is how you have emitter current IE, which is equal to base current plus collector current IV plus IC. പിന്നെ ഇതിനെ വേറൊരു രീതിയിലും നമ്മൾ കൺസിഡർ ചെയ്യാം. You can consider this transistor as a node. ഇത് മൊത്തത്തിലൊരു നോഡായിട്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. And you can apply the KCL, Kirchhoff's current law. ഇത് മൊത്തത്തിൽ ഒരു നോഡായിട്ട് ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ what happens? Kirchhoff's current law വെച്ച്, by Kirchhoff's current law, what is the equation? Sum of outgoing currents is equal to sum of incoming currents ആണ് അല്ലേ? ഇവിടെ outgoing current ആണ് IE എന്ന് പറയുന്ന emitter current, and incoming current to the node, that is represented as IC and IB. That means IE എന്ന് പറയുന്ന outgoing current, which is equal to IB plus IC. Hope you're all clear with this. This is how you have the working of a transistor. Now let us come to each transistor type. ആദ്യത്തേതാണ് NPN transistor. The figure you see is an NPN transistor. അപ്പോൾ NPN transistor പ്രത്യേകത എന്താ? You have two N regions and a P region which is sandwiched in between these two N regions അല്ലേ? അപ്പോൾ ബേസ് P region ആണ് ഇവിടെ, and we have the emitter and collector, both are N regions. അപ്പോൾ emitter base junction is forward biased. In this case you can see the circuit. NPN transistor നമ്മളൊരു active മോഡിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ദാറ്റ് ഈസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദ കളക്ടർ ബേസ് ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബയാസ്ഡ്. ഇത് കണ്ടോ, നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി is connected, and the P region of that transistor that is connected to the positive terminal of the battery. അപ്പോൾ ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് ആണ്. സെയിം വർക്കിംഗ് ആസ് വാട്ട് ഈസ് ടോൾഡ് earlier. ഇവിടെ എന്താ സംഭവിക്കുക? What really happens here? ഇവിടെ എമിറ്റർ ബേസ് ജംഗ്ഷനിലുള്ള ആ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് VEB, and the collector base ജംഗ്ഷനിലുള്ള ആ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് VCB. You can see കളക്ടർ ബേസ് ആയതുകൊണ്ട് VCB എന്ന് പേര് കൊടുത്തിരിക്കുന്നു, ആൻഡ് എമിറ്റർ ബേസ് ആയതുകൊണ്ട് VEB or VBE എന്ന് പേര് കൊടുത്തിരിക്കുന്നു. Okay, now we can go to the internal work. Now coming to the internal working or internal this direction of current flow in an NPN transistor. You can see how an NPN transistor is connected in active region. ഇവിടെ emitter base junction is forward bias, that is negative of the battery is connected to the negative of the transistor to N region of the transistor. Similarly, the positive region is connected to the P region of the transistor. അപ്പം emitter base junction is forward biased. Similarly, collector base junction is reverse biased. ഇവിടെ എന്താ സംഭവിക്കുക? നെഗറ്റീവും റിപ്പൽ ചെയ്യാണ്, and so the electrons from this emitter region will tend to move towards the junction. അങ്ങനെ it tries to cross the junction, diffuse through this junction and reach the base region. Base region എന്ന് പറഞ്ഞാൽ lightly doped ആണ്, and is a thin region, so it doesn't have enough time. അങ്ങനെ ഒത്തിരി നേരം recombination ഒന്നും നടക്കുന്നില്ല. But a few or 5% of these electrons combine with the holes in the base region, and it constitutes the collector current.
And the remaining 95% of these carriers will again diffuse the collector base junction and reach the collector. So this is how you have the current flow in a transistor. അപ്പോൾ അതായത് എമിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കാരിയേഴ്സിന്റെ ഓപ്പോസിറ്റ് ഐ മീൻ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലേ. സോ വാട്ട് ഹാപ്പൻസ്, യു ക്യാൻ സി IC is represented like this because our electron flow that is in this direction. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കളക്ടർ കറണ്ട് should be represented like this. അതേപോലെ emitter ingoteka, electrons ingota പോകുന്നത്. So you can see the emitter current is represented in the opposite way, and similarly you have the base current. അപ്പോൾ IE is equal to IB plus IC ആണ് അതിന്റെ total equation based on how the current flows. അപ്പോൾ 5% of ഇവിടുത്തെ main point എന്താണ്, 5% of the electrons combined with the holes in the p region, remaining 95% of them reach the collector. Now we can see, now coming to the working of a PNP transistor. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഒരു PNP ട്രാൻസിസ്റ്ററിന്റെ ആണ്. PNP transistor. In this case also we consider the active region, and that means the emitter base junction is forward biased and collector base junction is reverse biased. ഇവിടെ കാണാം emitter base junction forward biased, അതായത് P region positive terminal of the battery ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, N region negative terminal of the battery ആയിട്ടും കണക്ട് ചെയ്തു, that is forward biasing. Similarly, this collector base junction is reverse biased, നേരെ തിരിച്ച് P നെ നെഗറ്റീവിലേക്കും N region പോസിറ്റീവിലേക്കും കണക്ട് ചെയ്തു. And now the same thing, അപ്പോൾ PNP ട്രാൻസിസ്റ്ററിന്റെ ഈ ഒരു സ്ട്രക്ചറിന് പകരം we have considered the symbol here. Now you can see how is the flow of carriers. In this working of a PNP transistor, you can see the P region that is full of majority carriers that are holes. The N region has electrons which are more in number, and again P region with more number of majority carriers that are holes. അപ്പോൾ ഇവിടെ forward biased PN junction ആണ്, that is emitter base junction is forward biased, which means that ഇവിടെ plus this positive charge is going to repel the holes in this B region. അപ്പോൾ ഹോൾസിന് they have a tendency to move towards the junction അല്ലേ, അങ്ങനെ they tend to cross the junction, reach the base region where they get along with or recombine with a few electrons, and that constitutes the base current. അപ്പോൾ ബാക്കി ഉള്ള എല്ലാ hole current that again diffuses through this collector base junction and reaches the collector. Hope you are clear about this. Similar way NPN transistor പോലെ തന്നെ the total current emitter current, അതായത് ഇവിടെയുള്ള emitter current, this is shown this direction, emitter current same direction ലായിരിക്കും, that hold same direction ൽ തന്നെയാണ് you have this emitter current IE which is equal to IB plus IC. Okay, so that's all about working of a PNP transistor. ഇവിടെ കാണാം 100% of holes അല്ലെങ്കിൽ carriersൽ 5% മാത്രമേ ഇവിടെ base current ആയിട്ട് വരുന്നുള്ളൂ, ബാക്കി 95% is the collector current. Now let us come to the different transistor configurations. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന് എത്ര ടെർമിനൽസ് ഉണ്ടെന്നാ പറഞ്ഞാൽ we have 3 terminals for a transistor, that is emitter, base and collector. എന്തിനാണ് ഈ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ, നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫയർ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻപുട്ടും വേണം 2 ഔട്ട്പുട്ടും വേണം. ഒരു ട്രാൻസിസ്റ്ററിന് ആകെ 3 ടെർമിനലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഓൾ ടുഗദർ 4 ടെർമിനൽസ് ആക്കി മാറ്റുന്നത്? അതിൽ ഒരു ടെർമിനലിന് നമ്മൾ കോമൺ കണക്ഷൻ കൊടുക്കുക, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും രണ്ടിനും ഉപയോഗിക്കാവുന്ന രീതിയിൽ we make a common connection. So that's about the transistor configuration. ഇങ്ങനെ പലതരത്തിലും നമുക്ക് കോമൺ കണക്ഷൻ കൊടുക്കാമോ, ഇല്ലെങ്കിൽ ബേസ് കണക്ഷൻ, ബേസ് കോമൺ ആക്കി വെക്കാം, അല്ലെങ്കിൽ എമിറ്റർ കോമൺ ആക്കി വെക്കാം, or else you can make the collector as common. അപ്പോൾ ഓരോ type of configuration, this transistor have specific uses or applications based on these connections or configurations. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, this is just an example, ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ
നമുക്ക് 4 കണക്ഷൻ വേണം, but the transistor has only 3 terminals. അപ്പോൾ മൂന്നാമതൊരുള്ള ഒരു ടെർമിനലിനെ നമ്മൾ രണ്ടിനും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും രണ്ടിനും കൂടി ഉപയോഗിക്കുന്നു. That is how we make use of this transistor configuration. അപ്പം നമുക്ക് നോക്കാം. We have 3 main types of configuration, that is common base configuration, common emitter configuration and common collector configuration. Common base എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഈ common base? അതായത് base should be common for both input and output, right? അപ്പോൾ ഈ ബേസിനെ നമ്മൾ കോമൺ ആക്കി വെച്ചു. And emitter is emitter base, so the emitter base junction or the emitter base region will be the input and collector base region will be the output, right? അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഒരു സിമ്പിൾ വെച്ച് you can see ഒരു NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. So emitter base region or junction will be shown as the input region, while collector base region will be the output region. ഇതാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. നോർമലി കോമൺ ബേസ് കോൺഫിഗറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിട്ട് നമ്മളൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കേണ്ടപ്പോഴാണ്. Now coming to common emitter configuration, widely യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു കോൺഫിഗറേഷൻ ആണ് ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. You can see this is how you have a common emitter configuration. അതിൽ രണ്ട് സൈഡ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. I mean, emitter base junction is given as the input and collector emitter junction is given as the output. ഇവിടെ emitter ആണ് നമ്മൾ കോമൺ ആക്കി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? Now you can see ഈ emitter base എന്ന് പറഞ്ഞ ഈ ഒരു region നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇൻപുട്ട് കൊടുക്കും and you take the output across this collector and emitter region. അപ്പോൾ നോർമലി ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ we make use of this common emitter configuration, and such circuits are normally called as RC coupled amplifiers അല്ലെങ്കിൽ common emitter amplifiers എന്ന് പറയും. And we are going to learn about this RC coupled amplifiers or common emitter amplifier, which is drawn using this kind of circuit in the coming classes. Now coming to common collector configuration, ഇതിനകത്ത് എന്താ collector ആണ് കോമൺ ആക്കി വെച്ചിരിക്കുന്നത് for both input and output. അപ്പോൾ collector base junction or collector base region which will be the input and the collector emitter region that will be taken as the output. അപ്പോൾ നോർമലി നമ്മളൊരു ബഫർ ആയിട്ട് for impedance matching and such purposes we make use of this common collector configuration. Hope you are clear about these 3 configurations. They are common emitter, common collector and common base configuration. So that's all about transistors, the structure of a transistor, working of a transistor, different configurations, and all things related to basic things related to transistors. And in the coming classes, we will be discussing about current gain, the relationship between current gain, and a few problems based on that. Thank you.